നമസ്കാരം. ആയിരക്കണക്കിന് ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ $7 ബില്യൺ മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രയേലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ നടപടി. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം $6.75 ബില്യൺ യുദ്ധോപകരണങ്ങൾ, മാർഗനിർദ്ദേശ കിറ്റുകൾ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം അറിയിച്ചിരിക്കുന്നത്. അംഗീകൃത വിൽപ്പന പാക്കേജിന് ഏകദേശം $6.75 ബില്യൺ വില വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ യുദ്ധോപകരണങ്ങൾ, ഗൈഡൻസ് കിറ്റ്, ഫ്യൂസുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയും വാണിജ്യ ജെറ്റ് ലൈനറുകളുടെയും പ്രതിരോധ ബഹിരാകാശ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ ബോയിങ് കമ്പനിയും ലോക്ഹീഡ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ്. ഇസ്രയേലിനുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ 3000 ഹെൽഫയർ മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇവയുടെ ചെലവ് ഏകദേശം $660 മില്യൺ ആണ്. ഈ മിസൈലുകളുടെ വിതരണം 2028 നടക്കുമെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഇസ്രയേലിന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിലെ മറ്റൊരു ചുവടുവയ്പ്പാണ് ഈ വിൽപ്പന. വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കിഴക്കൻ ബെക്ക മേഖലയിലെ ജന്നറ്റ പട്ടണത്തിനടുത്തുള്ള ഷാന പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി 8 ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിസ്ബുള്ള പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവരെയാണ് ലക്ഷ്യമിടുക എന്നത് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്നവയ്ക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ജനുവരി 26 അവസാനിക്കുന്ന 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കൽ കാലയളവ് കരാറ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലെബനൻ കരാർ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്ന് ആരോപിച്ച് ഇസ്രയേൽ തെക്കൻ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയാണ് ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ ബെക്ക താഴ്വരയിലും ഇസ്രയേൽ ആക്രമണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി അവസാനം അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് 2000 പൗണ്ട് ബോംബുകൾ അയക്കുന്നതിനുള്ള നിയന്ത്രണം ട്രംപ് പിൻവലിച്ചിരുന്നു. ഹമാസുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷികൾക്കുള്ള ഒരു പ്രധാന പിന്തുണയായാണ് ഈ നീക്കം കണക്കാക്കപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം പരമ്പരാഗത ആയുധ അവലോകന പ്രക്രിയയെ മറികടക്കുന്നത് ഇതാദ്യമായല്ല. 2019 മനുഷ്യാവകാശ ആശങ്കകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ എതിർപ്പുകളെ മറികടന്ന് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നിവയ്ക്ക് $8 ബില്യൺ വിലമതിക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്നത് വേഗത്തിലാക്കാനുള്ള നടപടികളും എടുത്തിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംയുക്ത പത്രസമ്മേളനത്തിനിടെ പുനരുദ്ധാരണത്തിന്റെ പേരിൽ ഗാസയെ സ്വന്തമാക്കാമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു. പലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് മാറ്റി പാർപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിക്കെതിരെ ലോകവ്യാപകമായി വലിയ എതിർപ്പാണ് ഉയർന്നത്.